The best education I have ever received was through travel. Welcome to Dream Drive. 2017 ഡിസംബർ 16-ാം തീയതിയാണ് ബജാജ് ഡോമിനാർ 400 എന്ന പേരിൽ ആദ്യമായി ഒരു വാഹനം വിപണിയിൽ കൊണ്ടുവരുന്നത്. അത് ഈ 2018 ആയപ്പോൾ ജാനുവരിയിൽ റീവാം ചെയ്തു വന്നിരിക്കുകയാണ് ഡോമിനാർ 400. കുറേ കോസ്മെറ്റിക് ചേഞ്ചസുമായിട്ട്. Today we are going to test drive that vehicle. ബജാജ് ഡോമിനാർ 400 എന്ന് പറയുന്ന ഈ വാഹനം പവർ ക്രൂസർ സെഗ്മെൻറ്റിലാണ് ഉള്ളത്. ഇത് 35 bhp ആണ് ഇതിൻ്റെ പവർ, 35 Nm ടോർക്ക് തന്നെയാണ്, വിത്ത് 8000 RPM വിത്ത് 6500 RPM ടോർക്കുമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ മേജറായിട്ട് ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ആണ്. 3 കളറിലാണ് ഈ വാഹനം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഇന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന ഈ വാഹനം കാനിയം റെഡ് ആണ്. അതുകൂടാതെ ഇത് മാറ്റ് ബ്ലാക്കും ഉണ്ട്, ഗ്ലേഷ്യർ ബ്ലൂ ഉണ്ട്. ഈ 3 കളേഴ്സിലാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വളരെയധികം ഇതിൻ്റെ മസ്കുലിയൻ ആയിട്ടുള്ള ഒരു ടാങ്കാണ് ഇപ്പോൾ ഇതിൽ. ഈ കാനിയൻ റെഡ് വരുമ്പോൾ അതിൽ റെഡും ബ്ലാക്കും വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ഈ വാഹനത്തിൻ്റെ മൊത്തം ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മസ്കുലിയൻ ആയിട്ടുള്ള ഒരു ടാങ്കും അത് കഴിഞ്ഞിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ മൊസൈക്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ്, അത് LED ആണ്, ഫുൾ വൈറ്റ് LED ആണ്. അത് ടെയിൽ ലാമ്പിലേക്ക് പോകുമ്പോൾ അതും ഫുൾ LED തന്നെയാണ്. അതുകൂടാണ്ട് നമ്മുടെ ബ്ലിങ്കേഴ്സ് അല്ലെങ്കിൽ ഇതിലെ ഇൻഡിക്കേറ്റേഴ്സ് ഓൾസോ LED ആണ്. അപ്പോൾ അതിൻ്റെ ഒരു അതുകൂടാതെ തന്നെ 2 ക്ലസ്റ്റർ മോണിറ്റേഴ്സ് ഉണ്ട്. ഒന്ന് വന്ന് പ്രൈമറിയും ഒന്ന് വന്ന് സെക്കൻഡറി. പ്രൈമറി വന്ന് നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ കൂടെ തന്നെയാണ്. അതിൽ നമുക്ക് സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ഇൻഡിക്കേഷൻ, ഫ്യൂൽ ഇൻഡിക്കേഷൻ, അങ്ങനെയുള്ള ഇൻഡിക്കേഷൻസ് പ്രൈമറി, പിന്നെ ക്ലോക്ക്, ഇങ്ങനെയുള്ള പ്രൈമറി ഇൻഡിക്കേഷൻസ് എല്ലാം അതിൽ വരും. സെക്കൻഡറി നമ്മുടെ ഈ പറയുന്ന സെക്കൻഡറി ആയിട്ടുള്ള ഈ ഒരു മോണിറ്ററിൽ, ക്ലസ്റ്റർ മോണിറ്റേഴ്സിൽ നമ്മുടെ ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സൈഡ് സ്റ്റാൻഡ് വീണ് കിടന്നാൽ അതിൻ്റെ അലാം അതിൽ വരും. അതുപോലെ തന്നെ കൂളൻ്റ് നമ്മുടെ അതിൻ്റെ അലാം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അലാംസ് അതിൽ വരുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഈ പറയുന്ന സേഫ്റ്റി മെഷേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അലാംസും വരുന്നത് ഈ പറയുന്ന സെക്കൻഡറി മോണിറ്റേഴ്സിലാണ്. അതുകൂടാണ്ട് ഇതിൻ്റെ സീറ്റിലേക്ക് വരുമ്പോൾ വളരെ ജർമ്മൻ ക്യുഷൻഡ് ആയിട്ടുള്ള ഒരു സീറ്റാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ സീറ്റിംഗ് കംഫർട്ടബിൾ ഉള്ള ഒരു ജർമ്മൻ ക്യുഷൻഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. അത് സ്പ്ലിറ്റ് സീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പില്ലിയൻ ട്രാവലർക്കുള്ളത് കുറച്ചും കൂടെ ഹൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ബ്ലാക്ക് ഗ്രാബ് റെയിൽസും അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുന്നിലേക്കുള്ള ടയറും ഫ്രണ്ടിലേക്കുള്ള ടയർ, നമുക്ക് ഇതിൻ്റെ ടയേഴ്സിലേക്ക് പോകുമ്പോഴാണെങ്കിൽ ഇത് 17 ഇഞ്ചസിൻ്റെ അലോയ്സ് ആണ്, ഡയമണ്ട് കട്ട് അലോയ്സ് ആണ്. ഇപ്പോൾ കുറച്ച് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്യൂട്ടിഫിക്കേഷൻ്റെ പാർട്ടായിട്ട് ആ അലോയ്സിന് ഒരു ഗോൾഡൻ കളർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ പറയുന്ന ഈ ഗോൾഡൻ കളേഴ്സ് കൊണ്ടുവന്നത് കൂടാതെ ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും 320 mm ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് വരുന്നത്. 320 mm ഇതിൻ്റെ ഈ ഒരു കാറ്റഗറി ഓഫ് വെഹിക്കിൾസിൻ്റെ ഫസ്റ്റ് ഇൻ സ്റ്റൈലാണ്, ഫസ്റ്റ് ഇൻ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. അങ്ങനെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഉണ്ട്. മുന്നിലേക്ക് പോകുമ്പോൾ 230 mm ഡിസ്ക്കാണ്. അതുകൂടാതെ തന്നെ ഡ്യുവൽ ആയിട്ടുള്ള 2 വേ വാൽവ് ആയിട്ടുള്ള രണ്ടിടത്തും നമുക്ക് ഇതിൻ്റെ ABS കിട്ടും. അതിന് കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോമീറ്റേഴ്സിൽ നിന്ന് 0ലേക്ക് 46.12 കിലോമീറ്റേഴ്സിൽ നമുക്ക് ബ്രേക്കിംഗ് കൊണ്ടുവരാൻ പറ്റും. വളരെ സ്പീഡിൽ പോയാൽ പോലും നമുക്ക് 0ലേക്ക് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കിഡ് ആവാതെ വണ്ടി നിർത്താൻ പറ്റും. കാരണം ഇതിന് സ്ലിപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുമ്പോൾ വാഹനത്തിൻ്റെ നമ്മൾ ഗിയർ ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ബാക്കിലത്തെ ഈ പറയുന്ന റിയർ ടയറിൽ ലോക്ക് ആകാതെ നമുക്ക് ഈ വാഹനം നിൽക്കും. അപ്പോൾ അത് ലോക്ക് ആകാത്തത് കൊണ്ട് സ്കിഡിങ്ങിൻ്റെ ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. അതൊരു സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇതിൻ്റെ സ്വിങ് ആം വന്നിട്ട് സ്റ്റാമ്പ്ഡ് മെറ്റലാണ്. അതുകൊണ്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കോർണർ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ ഒരുപാട് ചരിഞ്ഞ് വണ്ടി കയറി പോകുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫീച്ചർ ഈ വാഹനം. അതും ഒരു നമ്മുടെ സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ചേഞ്ചാണ്. അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഷോക്ക് അബ്സോർവറിലേക്ക് പോവുകയാണെങ്കിൽ ഇത് 43 mm ഷോക്ക് സ്റ്റെമ്മാണ്. അത് ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക്കാണ്, അത് മോണോ ഷോക്കാണ്. പിന്നിലേക്ക് പോകുമ്പോൾ അത് മൾട്ടി ലെവൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്കാണ്. ഡബിൾ സ്പ്രിംഗ് ആണ് വരുന്നത്. ഷോക്ക് അബ്സോർബറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഷോക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷോക്ക് ഈ വാഹനത്തിന് അവർ നൽകിയിട്ടുണ്ട്. 13 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. അതുകൂടാതെ തന്നെ 30 തൊട്ട് 32 കിലോമീറ്റർ പെർ ലിറ്ററാണ് വാഹനത്തിന്
ഇനി അവകാശപ്പെടുന്ന മൈലേജ് വളരെ സ്റ്റബി ആയിട്ടുള്ള ഒരു മഫ്ലറാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ ബീം ടൈപ്ഡ് ആയിട്ടുള്ള ഒരു പെരിമീറ്റർ ഫ്രെയിമാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ടാങ്കിൻ്റെ താഴെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഒരു ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ വാഹനം ടോട്ടലി ഒരു സ്പോർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ റൈഡ് ഇച്ചിരി ഹൈപ്പർ റൈഡ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമുക്കിതിൻ്റെ ഒരു റൈഡിങ് കംഫർട്ട് എങ്ങനെയാണെന്ന് ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം. ഈ വാഹനത്തിൻ്റെ മറ്റൊരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുമ്പോൾ റോൾ ഓവർ പ്രിവെൻഷനാണ്. അതായത് വണ്ടി ഒരു പക്ഷേ സ്കിഡ് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വണ്ടിൻ്റെ എഞ്ചിൻ ഓഫ് ആവും. അപ്പോൾ അത് ആക്സിഡൻസിൻ്റെ തീവ്രത കുറയ്ക്കാനായിട്ട് സഹായിക്കും. രണ്ടാമത് ഇത് കൂടാതെ തന്നെ ഇത് സൈഡ് സ്റ്റാൻഡ് ഓൺ ആണെങ്കിൽ, സൈഡ് സ്റ്റാൻഡ് കിടക്കുകയാണെങ്കിൽ വണ്ടി ഗിയറിലാണ് എങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകില്ല. അങ്ങനെ ഒരു സ്പെഷ്യൽ ഫീച്ചറും കൂടി ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അത് ആക്സിഡൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് നൽകിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് ഈ വാഹനത്തിൻ്റെ. പിന്നെ വാഹനം മൊത്തത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെയധികം കംഫർട്ടബിളും അതുകൂടാതെ തന്നെ വളരെ സ്റ്റൈലിഷും സ്പോർട്ടി ആയിട്ടുള്ളൊരു ലുക്കാണ് ഇതിൻ്റെ ടോട്ടൽ ഒരു ഔട്ട്ഫിറ്റിൽ വണ്ടീനെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഷോക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബാക്കിൽ നമുക്ക് ഡബിൾ സ്പ്രിംഗ് ആയിട്ടുള്ള മോണോ ഷോക്കും ഫ്രണ്ടിൽ വന്നിട്ട് ടെലസ്കോപ്പിക്കാണ്. 43 mm സ്റ്റെമ്മാണ് വരുന്നത്. അപ്പോൾ വളരെയധികം നല്ല സസ്പെൻഷൻ ഈ വാഹനത്തിനുണ്ട്. അതുകൂടാതെ രണ്ട് ഫ്രണ്ട് ആൻഡ് റിയർ ബോത്ത് നമുക്ക് ഇതിനകത്ത് ABS ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ABS അതിൻ്റെ ഇൻഡിക്കേഷൻ ഉൾപ്പെടെ നമുക്ക് ഈ പറയുന്ന സെക്കൻഡറി ക്ലസ്റ്റർ മീറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കിലോയാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ വെയ്റ്റ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. അതുകൂടാണ്ട് തന്നെ അതിൻ്റെ നമുക്ക് ഈ പറയുന്ന പോലെ 30 to 30 കിലോമീറ്റേഴ്സ് ഇതിന് നമുക്ക് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. 13 ലിറ്ററാണ് ഈ ടാങ്ക് കപ്പാസിറ്റി. അതുകൂടാതെ തന്നെ 148 കിലോമീറ്റർ സ്പീഡിലാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് വാഹനത്തിന് പറയുന്നത്. 35 bhp ആണ് ഈ വാഹനത്തിൻ്റെ പവർ. 35 Nm ടോർക്ക്, 35 bhp പവർ വിത്ത് 8000 RPM ആണ്. അതുകൂടാതെ തന്നെ 35 Nm ടോർക്ക് വിത്ത് 6500 RPM ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള റൈഡിന് അല്ലെങ്കിൽ നമ്മുടെ സ്പോർട്ടി ആയിട്ടുള്ള കുറച്ച് റേസിങ്ങിന് അതിൻ്റെ ഒരു ക്യാപ്ഷൻ വേർഡ് തന്നെ അങ്ങനെയാണ്. ഹൈപ്പർ റൈഡിങ് എന്നുള്ള ഒരു ക്യാപ്ഷൻ വേർഡുമായിട്ടാണ് ഈ വാഹനം ഡോമിനാർ 400 ഇപ്പോൾ വാഹന നിരത്തിലുള്ളത്. ഡ്രീം ഡ്രൈവിൽ ഇനി സെലിബ്രിറ്റി സെഗ്മെൻറ്റ്. കാറും ബൈക്കും ഒക്കെ എനിക്ക് എന്നും കൗതുകമായിരുന്നു. കൊച്ചിലെ മുതൽ വളരെയധികം കാറുകളുടെയും ബൈക്കുകളുടെയും ഒക്കെ പുസ്തകങ്ങൾ വാങ്ങിക്കുക. ഓട്ടോ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നിരന്തരം അത് ഫോളോ ചെയ്യുന്നൊരു ഒരാളാണ്. കൊച്ചിലെ മുതൽ അതിൻ്റെ ഒരു ക്രേസ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഞാൻ സ്വന്തമായി ആദ്യമായി എൻ്റെ പേരിൽ ഒരു വണ്ടി ഞാൻ കോളേജിൽ പഠിച്ച് കഴിഞ്ഞിറങ്ങിയ കാലത്താണ് ഒരു ബുള്ളറ്റാണ് എൻ്റെ പേരിൽ എടുക്കുന്നൊരു വാഹനം. ഫിയറ്റ് യുനോ എന്ന് പറയുന്ന ഒരു കാർ അതാണ് ഞാൻ പുതിയതായി എടുക്കുന്ന വാഹനം. അന്ന് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞൊരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ഫിയറ്റ് യുനോ ഫേസ് ഔട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു. വെട്ടത്തിൻ്റെ ലൊക്കേഷനിലൊക്കെ ഊട്ടിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഊട്ടി ചുരം കയറി ഇറങ്ങിയ ആ ലൊക്കേഷനിലുള്ള വണ്ടികളിൽ ഒന്ന് ഈ യുനോ തന്നെ ആയിരിക്കും. വണ്ടിയുമായിട്ടുള്ള ലൊക്കേഷനുകളിൽ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് വളരെ കൊച്ചിലെ മുതലുള്ള ഓർമ്മകളാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ അമ്മാവൻ നിർമ്മാതാവായിരുന്നു സുരേഷ് കുമാർ. അപ്പോൾ സുരേഷ് അമ്മാവൻ നിർമ്മിച്ച ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന സിനിമയിൽ അന്ന് ഏറ്റവും
എനിക്ക് തോന്നുന്നു ജനങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കൗതുകത്തോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ഒരു ജിപ്സി ഉണ്ട് ലാലങ്കൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ജിപ്സി സുരേഷ് അമ്മാവൻ വാങ്ങുകയുണ്ടായി. വാങ്ങിച്ചത് ഓൾട്ടർ ചെയ്തതാണ് സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ അതിൻ്റെ 2 ഡോറുകളിലും 2 ഈ ബട്ടർഫ്ലൈനാണ് വരച്ചിരിക്കുന്നത്. അത് ഇങ്ങനെ നടുക്കും കുറേ ഈ സ്റ്റിക്കർ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് അതിൻ്റെ ബാക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഒരു ഈ പറഞ്ഞ ഓൾട്ടർ ചെയ്ത് ഒരു ലൈറ്റിൻ്റെ ബാറൊക്കെ വെച്ച്. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരു വണ്ടികളിലൊന്നാണത്. അപ്പം അതാദ്യം ഓൾട്ടർ ചെയ്ത് കൊണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലാണ് കൊണ്ടിടുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അത് ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അന്ന് മുതൽ ഞാൻ ആ വണ്ടിക്കകത്താണ്, രാവിലെ മുതൽ ഈ വണ്ടിക്കകത്ത് കയറിയിരിക്കും, ഗിയറെല്ലാം ഇട്ട് പഠിക്കും. അപ്പം ഈ ജിപ്സിക്ക് ഈ 4x4 ആയതുകൊണ്ട് അതിൻ്റെ ഈ ഓഫ് റോഡിങ്ങിന് വേറൊരു ലിവറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമായി കാണുന്നതായിരുന്നു. പിന്നെ അത് ബട്ടർഫ്ലൈസിൻ്റെ ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് എനിക്ക് വെക്കേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ലൊക്കേഷനിൽ പോവുകയുണ്ടായി. അപ്പം ബാംഗ്ലൂർ നഗരത്തിലൂടെ ഈ വണ്ടിയിൽ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൗതുകമായിട്ട് കാണുന്നത് ആ സിനിമയിൽ വളരെ സ്പീഡിൽ ലാലങ്ങൾ വണ്ടി ഓടിക്കുന്ന സീക്വൻസ്. അന്ന് ക്യാമറാമാൻ വില്യംസ് അങ്കിളാണ്, ജെ വില്യംസ്. വളരെ പ്രഗത്ഭനായിട്ടുള്ള ക്യാമറ, വളരെ സാഹസികമായിട്ടുള്ള ഷോട്ട്സൊക്കെ എടുക്കുന്നതാണ്. അപ്പം അന്ന് വാക്യൂം ഗ്രിപ്പാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഈ സൈഡിൽ ഈ വാക്യൂം ഗ്രിപ്പ് വെച്ചിട്ട് ക്യാമറാമാൻ പുള്ളി അദ്ദേഹത്തിനെ കെട്ടിയിട്ടാണ് ഇങ്ങനെ ഇദ്ദേഹം ഈ ക്യാമറയും പിടിച്ച് ഈ ജിപ്സിയുടെ സൈഡിലിങ്ങനെ. അപ്പോൾ ഞാൻ കാണുന്ന ഒരു 100-150-ഒക്കെ ഭയങ്കര വളരെ സ്പീഡിൽ അദ്ദേഹം ഈ വണ്ടിയുടെ സൈഡിലിരുന്ന് പോകുന്നതൊക്കെ കാഴ്ചകൾ. അപ്പം ജിപ്സി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും സാഹസികത നിറഞ്ഞൊരു വണ്ടിയായിരുന്നു. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതെൻ്റെ വീട്ടിലായിരുന്നു കുറേ കാലം കിടന്നിരുന്നത്. അപ്പോൾ എന്നെ സ്കൂളിലൊക്കെ വിളിക്കാൻ ആ വണ്ടിയിൽ വരണമെന്നുള്ളതായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം. അപ്പം അന്ന് ആ വണ്ടിക്കകത്ത് ചിലപ്പോൾ ഞായറാഴ്ചയൊക്കെ ഹോളിഡേ ഉണ്ടായിരുന്ന സമയത്ത് ഈ വണ്ടിക്കകത്ത് നിന്ന് ഇരിക്കുക എനിക്കൊരു കൗതുകമായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ മുകളിൽ ഇങ്ങനെ നിന്ന് പോവുക. അപ്പോൾ അതെനിക്ക് മറക്കാനാവാത്ത ഓർമ്മയാണ്. പിന്നെ ഞാൻ സ്വന്തമായി നിർമ്മിച്ചു തുടങ്ങിയ നീക്കോ നാച്ച എന്ന് പറഞ്ഞ സിനിമ മുതലാണ്. അതിലും ഈ പറഞ്ഞതുപോലെ വണ്ടി ഒരു ഘടകമാണ്. ഒരു സണ്ണി വെയിൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയുണ്ട്, ഒരു ജീപ്പായിരുന്നു. പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സ്കോഡ. അപ്പം എപ്പോഴും നമ്മുടെ സിനിമകളിൽ വണ്ടി ചിലപ്പോൾ ക്യാരക്ടറായി വരുന്നുണ്ട്. ഇപ്പോൾ തൊണ്ടി മുതലിലേക്ക് എത്തിയപ്പം ശരിക്കും പറഞ്ഞാൽ കണ്ടം ചെയ്തിരിക്കുന്ന വണ്ടികളായിരുന്നു കൂടുതലും. പോലീസ് സ്റ്റേഷന് ചുറ്റുവട്ടമൊക്കെ ഞങ്ങൾ എടുത്തിരുന്നത്, ജീപ്പും. അങ്ങനെ അതിനകത്ത് വണ്ടിക്ക് പ്രാധാന്യം കുറവായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന ഡാക്കിനി എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 3-4 വണ്ടികൾ ഈ സിനിമയ്ക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു പഴയ ടാറ്റ എസ്റ്റേറ്റ് ആണ് പോളി ചേച്ചി യൂസ് ചെയ്യുന്ന വണ്ടിയായിട്ട്. അവരുടെ വളരെ സാഹസികമായിട്ടുള്ള യാത്രകൾക്ക് അവർ യൂസ് ചെയ്യുന്ന ആ വണ്ടിയായിരുന്നു. പിന്നെ ഞങ്ങൾ അംബാസഡർ, നമ്മുടെ ചെമ്പൻ വിനോദിന് യാത്ര ചെയ്യാനൊരു അംബാസഡർ. പക്ഷേ ചെമ്പൻ്റെ മറ്റൊരു വണ്ടിയായിട്ട് യൂസ് ചെയ്യുന്നത് ഇംപാല എന്ന് പറയുന്ന പഴയ ഏറ്റവും വലിപ്പമേറിയ കാറായിരുന്നു. അപ്പോൾ അത് അന്നത്തെ ഏറ്റവും ഒരു സിമ്പിൾ ഓഫ് സ്റ്റേറ്റസ് ആയിരുന്നു ആ വണ്ടി. അപ്പോൾ ഇംപാല അതുപോലെ റിസ്റ്റോർ ചെയ്ത ഒരു വണ്ടിയാണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ചെമ്പൻ വിനോദിൻ്റെ വണ്ടിയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഞങ്ങൾ രാത്രി ഇതുപോലെ ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഉണ്ട്. അപ്പം പുറകിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ ഇപ്പോൾ സംവിധായകനാണ്, ദീപു കർണായിരുന്നു. അപ്പോൾ ദീപു ബാക്കിയെന്ന് പറഞ്ഞു സന്ദീപെ കുറച്ച് സൂക്ഷിച്ച് ഓടിക്കുന്നു, ഈ സ്പീഡ് കുറച്ച്. അപ്പം ഞാൻ വളരെ അഹങ്കാരത്തോടു കൂടി പറഞ്ഞു, നീ വളയം പിടിക്കുന്നതിന് മുമ്പേ ഞാൻ വളയം പിടിച്ച് തുടങ്ങിയതാണ്. ഈ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അടുത്ത വളവിൽ വണ്ടി മറിഞ്ഞ് ഞങ്ങൾ ഒരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് എൻ്റെ ആ വളവ് തിരിഞ്ഞു മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതോടുകൂടി വണ്ടി മറിഞ്ഞ് അതിങ്ങനെ റോഡിൽ കൂടി കുറേ സ്ക്രൈപ്പ് ചെയ്ത് പോയി. അങ്ങനെ പക്ഷേ ഞങ്ങളെല്ലാവരും അന്ന് രാത്രി തന്നെ വീടുകളിലെത്തി. അത് പലപ്പോഴും ഇന്ന് എല്ലാവരും പറഞ്ഞ് ചിരിക്കുന്നതാണ്. കാരണം ചില സിനിമകളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഗോവിന്ദൻകുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അടുത്ത സെക്കൻഡ് കാക്ക വീഴുന്ന പോലെ നമ്മൾ ഈ പറഞ്ഞതും അടുത്ത സെക്കൻഡ് വളവിൽ വണ്ടി മറിഞ്ഞ് ഒരു ശബ്ദ കോലാഹലമായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നത്, വണ്ടി ഈ രാത്രിയുള്ള അമിതമായിട്ടുള്ള വേഗത്തിലുള്ള ഓടിപ്പൊക്കെ നിർത്തുക എന്നുള്ളത്. ശരിക്കും
കാരണം എനിക്ക് കൊച്ചിലേ ഉള്ള ഈ കൗതുകങ്ങളാണ് വണ്ടിയുമായിട്ടുള്ള ഇത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഓർമ്മയുള്ളത്. കാരണം സുരേഷ് അമ്മാവൻ അത് കഴിഞ്ഞ് നിർമ്മിച്ച തക്ഷശില എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ ബട്ടർഫ്ലൈസിനെ ഉപയോഗിച്ച് അതേ ജിപ്സി തന്നെ വീണ്ടും ഓൾട്ടർ ചെയ്തു. അപ്പം അതെന്ന് പറയുന്നത് നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സിനിമ ഈ പറഞ്ഞ പോലെ എനിക്ക് 94 95 റിലീസ് ചെയ്ത സിനിമയാണ്. അന്നും ഞാൻ കൊച്ചാണ്. അപ്പം ആ വണ്ടി മുഴുവൻ റീവാമ്പ് ചെയ്തിട്ട് ആ വണ്ടി മുഴുവൻ ഈ ഫൈബർ, അതായത് ട്രാൻസ്പെറൻറ്റ് ഫൈബർ ആക്കി. അപ്പോൾ വണ്ടിയുടെ അകത്തിരിക്കുന്നവർക്ക് പുറം മുഴുവൻ കാണാം, പുറത്തിരിക്കുന്നവർക്ക് അകം മുഴുവൻ കാണാം. അങ്ങനെ അത് മുഴുവൻ ട്രാൻസ്പെറൻ്റ് ആക്കി ആ വണ്ടി. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഷൂട്ട് നടന്നതൊക്കെ കുളു മണാലിയിലാണ്, ഹിമാചൽ പ്രദേശ്. അപ്പം ആ ഭാഗത്ത് ഈ വണ്ടി അവിടം വരെ ഒരു ഡ്രൈവറിനെ വിട്ട് ഓടിപ്പിച്ചു. അത് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വണ്ടിയായിട്ടാണ് യൂസ് ചെയ്തത്. അപ്പം സുരേഷ് അങ്കിളായിരുന്നു ആ വണ്ടിയിൽ കൂടുതൽ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ആ വണ്ടിയിൽ ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം ആൾക്കാർ അതും കൗതുകത്തോടെയാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം അകത്തിരിക്കുന്നവരെ എല്ലാം കാണാം. അകത്ത് ആ വണ്ടിയുടെ ബോഡി, അതായത് മെയിൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് ടോപ്പ് ഉണ്ടായിരുന്ന ഭാഗം മുഴുവൻ അവർ ഈ ട്രാൻസ്പെറൻറ്റ് ഫൈബർ വെച്ച്, ആക്രിലിക് ഫൈബർ വെച്ച് അതിനെ ക്ലോസ് ചെയ്താണ് വണ്ടി ഓൾട്ടർ ചെയ്തത്. എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് മിനി കൂപ്പറാണ്. എനിക്ക് എപ്പോഴും ഒരു മിനി കൂപ്പർ വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ കൊച്ചു വണ്ടിയിൽ തന്നെ ഒരു രസകരമായിട്ടുള്ള ഒരു ഷേപ്പും അതിൻ്റെ ഒരു ബിൽറ്റും ഒക്കെ ഭയങ്കര എനിക്കിഷ്ടമാണ്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിന്റെ വിശേഷവുമായി കാണാം. Till then, this is your Sergeant signing off. Love you all. Take care. Bye-bye and keep watching Kaumudi. Sergeant's Costume Courtesy, Men's World, Balaramupuram.